നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കയ്യിലുള്ള പഴയ പെയിൻറ്റ് ബോട്ടിൽ അല്ലെങ്കിൽ കുഞ്ഞിയ ബോട്ടിൽ അതൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്യാൻഡിൽ ലൈറ്റാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു പെയിൻറ്റ് ബോട്ടിലാണിത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു അക്രിലിക് പെയിൻ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. ഞാൻ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ബോട്ടിലോട്ടായിട്ട് ഏകദേശം ഒരു 2 ഡ്രോപ്സ് അക്രിലിക് പെയിൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഫെവിക്കോളും കൂടെ ഇതുപോലെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 2 ഡ്രോപ്സ് വാട്ടറും കൂടെ ചേർത്ത് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്കിവിടെ അധികം പിഗ്മെൻറ്റേഷൻ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഫെവിക്കോൾ എടുക്കുമ്പോൾ പെയിൻറ്റിനെക്കാട്ടിലും കുറച്ചധികം എമൗണ്ടിൽ ഫെവിക്കോൾ എടുക്കണം. ഇനി ഇത് ബോട്ടിലിനകത്ത് മൊത്തം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ബ്രഷ് വെച്ചിട്ട് വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്യാം, അല്ലെങ്കിൽ ബോട്ടിലൊന്ന് ചെറുതായി ചുറ്റിച്ചു കൊടുത്താലും മതി. ഇനി ഈ ബോട്ടിൽ ഉണങ്ങാൻ വേണ്ടി വെക്കാം. അപ്പോൾ ബോട്ടിൽ ഇതുപോലെ കമിഴ്ത്തി വെക്കുകയാണെങ്കിൽ അധികമുള്ള പെയിൻ്റ് എല്ലാം പൊക്കോളും. അപ്പോൾ ബോട്ടിൽ ഇപ്പോൾ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഒരു മെഴുകുതിരി എടുത്ത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം. ഇനി ഇത് പതുക്കെ ബോട്ടിലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കൈയൊന്നും പൊള്ളാതെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ബോട്ടിലിൻ്റെ പകുതി വരെ മാത്രമേ മെഴുക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി ഒരു തിരിയെടുത്ത് അതിൻ്റെ ഉള്ളിലോട്ടായി ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇത് സ്റ്റഡി ആയിട്ട് ഇരിക്കുന്നില്ലെങ്കിൽ ഒരു തീപ്പെട്ടിക്കൊല്ലുടെ മുകളിൽ ഇത് കെട്ടിയിട്ട് ബോട്ടിലിന് മുകളിലായിട്ട് വെച്ചാലും മതി. ഇനി ഇത് നല്ലപോലെ സെറ്റ് ആവാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സാധാ ചാക്കുനൂലാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ 3 വട്ടം ചാക്കുനൂൽ ഇങ്ങനെ മടക്കിയെടുക്കണം. ഇനി ഇതെല്ലാം ഒരുമിച്ച് വെച്ച് ഇതിൻ്റെ നടുഭാഗം ഒന്ന് മടക്കി 4 എണ്ണം വീതമുള്ള നൂലുകളാക്കിയിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മുടിയെല്ലാം ഉടയുന്ന പോലെ ഇതൊന്ന് മുടഞ്ഞു കൊടുക്കണം. ഇനി ബോട്ടിലിൻ്റെ നെക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ബോട്ടിലിൻ്റെ സൈഡിലായി ഇതുപോലെ വെച്ചതിന് ശേഷം വേറൊരു ചാക്കുനൂൽ ഉപയോഗിച്ച് നല്ലപോലെ ചുറ്റി കൊടുക്കണം. ഇനി ഈ മടക്കുകളെല്ലാം തിരിച്ചകത്തോട്ട് തന്നെ ആക്കി അതും കൂടെ കൂട്ടിയിട്ട് വേണം ചുറ്റി കൊടുക്കാൻ. ഇതുപോലെ മുഴുവനായി നമ്മൾ ചുറ്റിയെടുക്കുകയാണ്. ഇനി ബാക്കി വന്ന നൂലെല്ലാം മുറിച്ച് കളഞ്ഞ് അറ്റത്തായി കുറച്ച് ഫെവിക്കോൾ തേച്ച് നമുക്കിത് നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സാധാ ചാക്കുനൂലാണ്. അതുകൊണ്ട് അതിൽ കുറേ നൂലുകളൊക്കെ ഇങ്ങനെ പോന്ന് നിൽക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റർ യൂസ് ചെയ്ത് ഇതെല്ലാം ഒന്ന് കരിയിച്ചു കൊടുക്കാം. ഇതിനൊരു വിൻറ്റേജ് ലുക്ക് കൊടുക്കാൻ വേണ്ടി റീഡൈ ചെയ്തെടുത്തൊരു പേപ്പറാണ്. അതായത് ചായ വെള്ളത്തിൽ മുക്കിയിട്ട് നല്ലപോലെ ഉണക്കിയെടുത്ത പേപ്പർ. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കോട്ട് എഴുതാം. അതിനുശേഷം ഇതൊന്ന് ചീന്തി എടുത്തിട്ട് ഇതിൻ്റെ അറ്റവും ഒന്ന് കരിയിച്ചു കൊടുക്കുക. ഇനി ഒരു ഫെവിക്കോൾ ഉപയോഗിച്ച് നല്ലപോലെ പശ തേച്ചിട്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒട്ടിച്ചതിന് ശേഷം ഒരു ഗ്ലൈസിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫെവിക്കോൾ അതിന് മുകളിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ക്യാൻഡിൽ റെഡിയായി. ഇനി നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം. നമ്മൾ ബോട്ടിലിൻ്റെ പകുതി വരെ മാത്രമേ മെഴുക് ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ വെച്ചിട്ട് തിരിയും കുഞ്ഞിതാണ്. അതുകൊണ്ട് തന്നെ ഈ തീ അധികം കത്തിയിട്ട് പുറത്തോട്ട് വരില്ല. ഇത് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളൊരു ക്യാൻഡിലാണ്. ഇത് കുഞ്ഞിതായതുകൊണ്ട് പെട്ടെന്ന് കത്തിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമുക്കൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനും പിന്നെ ഒരു ക്യൂട്ടായ ഒരു ക്യാൻഡിൽ നമ്മുടെ കയ്യിൽ തന്നെ എടുത്ത് വെക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനലിലെ കണ്ടൻറ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വട്ടം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.